വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു മാസത്തിൽ വെറും 8 തവണ നിങ്ങൾ ഈ ടിപ്പ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കും കേട്ടോ. ഒരുപാട് ഗുണങ്ങളുള്ള, ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന, കുഞ്ഞിന്റെ വളർച്ചയ്ക്കും ബാക്കിയുള്ള ഡെവലപ്മെന്റിനും ഒക്കെ ഒരുപാട് സഹായിക്കുന്ന ടിപ്പിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് ആളുകൾ നമ്മുടെ ചാനലിൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നന്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നോക്കുക കേട്ടോ. കമ്മ്യൂണിറ്റി ടാബ് നമുക്ക് കാണാൻ സാധിക്കുന്നത് യൂട്യൂബിന്റെ സെർച്ച് ബാറിൽ ദിജോസ് വേൾഡ് എന്ന് കൊടുക്കുക. സ്ക്രോൾ ചെയ്ത് ഐക്കൺ എടുത്ത് സ്ക്രോൾ ചെയ്ത് സൈഡിലോട്ട് പോകുമ്പോഴേക്കും നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ടാബ് കാണാൻ പറ്റും. അതിൽ നിങ്ങളുടേതായിട്ടുള്ള സെയിം ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾ എന്തെല്ലാം ടിപ്സ് ആണോ ഫോളോ ചെയ്തത്, അതിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായി തോന്നുന്ന ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് പംകിനെ പറ്റിയിട്ടാണ്. നമ്മളെല്ലാവരും കിച്ചണിൽ ഒരുപാട് യൂസ് ചെയ്യുന്ന മത്തങ്ങയെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരക്കാരനല്ല മത്തങ്ങ. ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു വെജിറ്റബിൾ ആണ് കേട്ടോ അത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് 1 by 1 ആയിട്ട് നോക്കിയാലോ. ഇതിൽ ബീറ്റ കാരോട്ടിനും വിറ്റമിൻ എയും ഉണ്ട്. ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ കൃത്യമായിട്ട് നടക്കുന്നതിനും അത് റെഗുലേറ്റ് ചെയ്യുന്നതിനും ഒക്കെ സഹായിക്കുന്നതാണ് ബീറ്റ കാരോട്ടിനും വിറ്റമിൻ എയും. ഇത് ഹെൽത്തി ആയിട്ടുള്ള അണ്ടത്തിന്റെയും അതുപോലെ തന്നെ ഗ്രോത്ത് ഉള്ള സ്പേമിന്റെയും പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ് തിക്കണാകുന്നതിന് വേണ്ടിയിട്ടും ബീറ്റ കാരോട്ടിനും വിറ്റമിൻ എയും സഹായിക്കുന്നുണ്ട് കേട്ടോ. രണ്ടാമത് ഇതിൽ സിങ്കിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ സിങ്ക് ഒരു മിനറൽ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇത് നമ്മുടെ ബോഡിയുടെ ഫംഗ്ഷൻ കൃത്യമായിട്ട് നടക്കുന്നതിനും DNA ഫോർമേഷൻ നടക്കുന്നതിനും വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ്. പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റിറോണിന്റെ പ്രൊഡക്ഷൻ കൃത്യമായിട്ട് നടക്കുന്നതിനും സ്പേമിന്റെ കൗണ്ടും മോട്ടിലിറ്റിയും കൂട്ടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് എഗ്ഗ് മെച്ചുവർ ആകുന്നതിന് വേണ്ടിയിട്ടും ഓവുലേഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ടും FSHും LHും ഹോർമോൺസിന്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് സിങ്ക് എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓവുലേഷൻ ഒക്കെ കൃത്യമായിട്ട് നടക്കാത്തവരാണ്, PCOD തൈറോയിഡോ പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് പംകിൻ ഉപയോഗിക്കാവുന്നതാണ്. ഇത് കൃത്യമായിട്ട് എഗ്ഗ് വളരുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ലെട്രസോൾ മെഡിസിൻ എടുത്തു കഴിഞ്ഞാലും നമ്മൾ ഇത്തരത്തിലുള്ള ഹോം റെമഡീസ് കൂടി ഫോളോ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ചില ആളുകൾക്ക് ആ ഒരു എഗ്ഗ് മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ ഒരു 26-30 ഒക്കെ എഗ്ഗിന്റെ വളർച്ച എത്തും. അത്രത്തോളം നമുക്ക് എഗ്ഗ് വളർന്നു പോകേണ്ട ഒരു ആവശ്യമില്ല. അതുകൊണ്ട് അതിന്റെ പ്രവർത്തനമൊക്കെ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഇതിൽ omega-3യുടെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഇതിലെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് നമ്മുടെ യൂട്രസ് ഹെൽത്തി ആക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടും യൂട്രസിലോട്ടുള്ള രക്തയോട്ടം നടക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പുരുഷന്മാർക്ക് സ്പേമിന്റെ ക്വാളിറ്റിയും അതുപോലെ മോട്ടിലിറ്റിയും ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഒപ്പം ഈസ്ട്രോജന്റെ ബാലൻസ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കുന്നത് വഴി omega-3 ശരീരത്തിൽ എത്തുമ്പോൾ നമുക്ക് കിട്ടും കേട്ടോ. നമ്മുടെ യൂട്രസ് പല ആളുകൾക്കും ഓവുലേഷൻ കൃത്യമായിട്ട് നടന്നു കഴിഞ്ഞാലും ഫലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ട് ബീജസങ്കലനം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കുന്നില്ല. ചില ആളുകൾക്ക് ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാലും കെമിക്കൽ പ്രഗ്നൻസി ആയിട്ട് അത് നഷ്ടമായി പോകുന്നുണ്ട്. ഇത് പലപ്പോഴും യൂട്രസിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ്. യൂട്രസ് ഫുള്ളായിട്ട് ക്ലീൻ ആകാത്ത സിറ്റുവേഷൻ പലർക്കും ഉണ്ടാകും. അതുപോലെ എൻഡോമെട്രിയൽ ലൈനിങ് കൃത്യമായിട്ട് തിക്കണാകാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതെല്ലാം ഒക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് ഇതിൽ അടങ്ങിയിട്ടുള്ള വിറ്റമിൻ ഇയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് പവർഫുൾ ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. ഇത് നമ്മുടെ സെല്ലിനെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്ന് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണ് പലർക്കും സെൽ ഡാമേജ് സംഭവിക്കുന്നത്. ഇങ്ങനെ പോകുമ്പോഴേക്കും ബീജസങ്കലനം നടന്നു കഴിഞ്ഞാലും അതിന് ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. DNA സ്ട്രക്ചറിൽ പ്രശ്നം ഉണ്ടാകും. ഗ്രോത്ത് പകുതിക്ക് വെച്ച് തന്നെ നിന്ന് പോകുന്ന സിറ്റുവേഷൻസും ഒക്കെ ഉണ്ടാവും കേട്ടോ. അതെല്ലാം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വിറ്റമിൻ ഇ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ എടുക്കുന്നത് നല്ലതാണ്. സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷനും വിറ്റമിൻ ഇയുടെ ഗുണങ്ങൾ ഒരുപാട് കിട്ടുന്നുണ്ട്. സ്പേം ഹെൽത്തി ആക്കി വെക്കുന്നതിനും അതുപോലെ തന്നെ ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് സ്പേമിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളിൽ എൻഡോമെട്രിയൽ ലൈനിങ് ഹെൽത്തി ആക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. എൻഡോമെട്രിയത്തിന്റെ തിക്നെസ് കൃത്യമായിട്ട് ഉണ്ടായി കഴിഞ്ഞത് പിന്നെയും സർവൈവ് ചെയ്ത് കൃത്യമായിട്ട് തന്നെ പോയി കഴിഞ്ഞാൽ മാത്രമേ പ്രഗ്നൻസി സർവൈവ് ചെയ്ത് പോവുകയുള്ളൂ. എൻഡോമെട്രിയൽ ലൈനിങ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഷെഡായി പോവുകയാണെങ്കിൽ പ്രഗ്നൻസി നമുക്ക് അവിടെ വെച്ച് തന്നെ നഷ്ടമായി പോകും. അതുകൊണ്ട് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്.
അടുത്തത് ഇതിലടങ്ങിയിട്ടുള്ള ഫൈബർ ആണ് കേട്ടോ. ഫൈബർ നമ്മുടെ ഡൈജഷൻ കൃത്യമായിട്ട് നടക്കുന്നതിനും നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഷുഗറിന്റെ ലെവല് കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ്. PCOD ഉള്ള ആളുകൾക്ക് ബ്ലഡ് ഷുഗർ ലെവലിൽ വേരിയേഷൻ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഹോർമോൺ ബാലൻസ് റെഗുലേറ്റ് ആക്കി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടും ഈ ഫൈബർ കണ്ടന്റ് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഓവുലേഷൻ റെഗുലർ ആക്കുന്നതിന് വേണ്ടിയിട്ടും ഫൈബർ ഉപയോഗിക്കുന്നത് ഒരു സപ്പോർട്ട് ശരീരത്തിന് കൊടുക്കുന്നുണ്ട്. അടുത്തത് ഇതിൽ വിറ്റമിൻ സിയുടെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. വിറ്റമിൻ സി നമുക്ക് ഓവുലേഷൻ നടക്കാനും ഇംപ്ലാന്റേഷൻ നടക്കാനും ഒക്കെ ഒരുപാട് ബെനഫിഷ്യൽ ആയിട്ടുള്ള ഒന്നാണ്. ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾ വിറ്റമിൻ സിയുടെ കണ്ടന്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട്, രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഒരുപാട് പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടും വിറ്റമിൻ സി ശരീരത്തിലുള്ളത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത് അയേണിന്റെ അബ്സോർപ്ഷൻ കൃത്യമായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ചില ആളുകൾ അയേണിന്റെ സപ്ലിമെന്റ്സ് എടുത്തു കഴിഞ്ഞാലും വിറ്റമിൻ സിയുടെ ബുദ്ധിമുട്ടുകൾ, വിറ്റമിൻ സിയുടെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള എന്തെങ്കിലും ഒപ്പം എടുത്തിട്ടില്ലെങ്കിൽ അയേണിന്റെ അബ്സോർപ്ഷൻ ഫുൾ ആയിട്ട് ശരീരത്തിൽ നടക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്ക് അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ സെൽസിനെ ഫ്രീ റാഡിക്കൽസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം നമ്മുടെ ലൂട്ടിയൽ ഫേസ്, അതായത് ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങൾ, അടുത്ത പകുതിയിലുള്ള സമയങ്ങൾ, ഇതാണ് നമ്മുടെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയം. ഈ ലൂട്ടിയൽ ഫേസ് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടും ഇത് ഉപയോഗിക്കുന്നത് വഴി നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അടുത്തത് ഇതിലെ പൊട്ടാഷ്യത്തിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഈ പൊട്ടാഷ്യമാണ് നമ്മുടെ ആ ഒരു ബ്ലഡ് സർക്കുലേഷനും അതുപോലെ ബ്ലഡ് പ്രഷറും ഒക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഹാർട്ടിൽ നിന്നും ആ ഒരു രക്തയോട്ടമൊക്കെ കൃത്യമായിട്ട് നടക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങൾക്കും നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നത്. ബ്ലഡ് പ്രഷർ നോർമലൈസ് ആക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. ഇമ്മ്യൂണിറ്റി നമ്മൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയം മുതൽക്ക് തന്നെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇമ്മ്യൂണിറ്റി കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അസ്വസ്ഥതകൾ, വൈറൽ ഇൻഫെക്ഷൻസ്, അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് നമ്മളിലോട്ട് എത്തും. അത് പലതും ചില സിറ്റുവേഷനിൽ കുഞ്ഞിലോട്ടും വ്യാപിക്കാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതെല്ലാം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഒപ്പം നമ്മുടെ ബോൺസ് ഹെൽത്തി ആക്കി വെക്കുന്നതിനും മസിൽസ് സ്ട്രെങ്തൻ ചെയ്യുന്നതിനും നമ്മുടെ ഷുഗർ ലെവൽ റെഗുലേറ്റ് ചെയ്യുന്നതിനും ഒക്കെ പൊട്ടാഷ്യം കണ്ടന്റ് ശരീരത്തിലോട്ട് എത്തുന്നത് നിങ്ങളെ സഹായിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഇതിനോടകം ഒരുപാട് ബെനിഫിറ്റുകൾ ഇതിലുണ്ട്. ബീറ്റാ കാരോട്ടിൻ ഉണ്ട്, സിങ്ക് ഉണ്ട്, omega-3, അതുപോലെ വിറ്റമിൻ ഇ, ഫൈബർ, വിറ്റമിൻ സി, പൊട്ടാഷ്യം, ഇതെല്ലാം തന്നെ നമ്മുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് സ്ത്രീകളും പുരുഷന്മാരും ഇത് കൃത്യമായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ തുടക്കത്തിലേ പറഞ്ഞതുപോലെ തന്നെ ആഴ്ചയിൽ 2 തവണ എന്ന കണക്കിന് നിങ്ങളിത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളൊരു വലിയ അത്യാവശ്യ സൈസുള്ള ഒരു മീഡിയം സൈസ് പംകിൻ നമ്മൾ മേടിച്ചു കഴിഞ്ഞാലും അത് പകുതി മുറിച്ചിട്ടാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ചില ആളുകൾ ഒരു 1/4 ഭാഗമൊക്കെ ആയിരിക്കും മേടിക്കുന്നത്. അത് നമ്മൾ കൃത്യമായിട്ട് കുക്ക് ചെയ്തിട്ട് നിങ്ങൾ 2 പേരിലോട്ടും എത്തുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. നമ്മൾ വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് അത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചേ കിട്ടുന്നുണ്ടാവുള്ളൂ. അങ്ങനെ നമുക്ക് കിട്ടിയാൽ പോരാ. ഒരു പംകിൻ നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ അതിന്റെ പകുതി ഭാഗം എടുത്തിട്ട് ഒരു ദിവസം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ 1/4 ഭാഗം നിങ്ങൾക്കും 1/4 ഭാഗം ഹസ്ബൻഡിനും കിട്ടുന്ന രീതിക്ക് വേണം നിങ്ങൾ കുക്ക് ചെയ്യാൻ കേട്ടോ. അങ്ങനെ നിങ്ങൾ ഒരാഴ്ചയിൽ 1 മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാഴ്ചയിൽ 2 തവണ ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ ഓവുലേഷൻ നടക്കുമ്പോഴും ഇംപ്ലാന്റേഷൻ നടക്കുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. നമ്മൾ സാമ്പാറിൽ മത്തങ്ങയിട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മത്തങ്ങയുടെ ഗുണം മൊത്തം നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ. ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അവിയലിൽ നമ്മൾ മത്തങ്ങയിട്ട് വെച്ച് കഴിഞ്ഞാലും മത്തങ്ങയുടെ മാത്രമായിട്ട് നമുക്ക് ഗുണം കിട്ടില്ല. ഇത് അവിയൽ കഴിക്കുന്നത് നല്ലതാണ്, കാരണം അതിൽ ഒരുപാട് വെജിറ്റബിൾസ് ഉണ്ട്. പക്ഷെ മത്തങ്ങയുടെ മാത്രം ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ മത്തങ്ങ പായസം വെച്ചിട്ടോ അല്ലെങ്കിൽ മത്തങ്ങയും പരിപ്പും ചേർത്തിട്ട് നിങ്ങൾ കറി വെച്ചിട്ടോ അങ്ങനെ ഏത് രീതിക്കാണോ നിങ്ങൾക്ക് പറ്റുന്നത് ആ രീതിക്ക് നിങ്ങൾ എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ പംകിന്റെ സീഡും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. സീഡ് സൈക്ലിംഗ് ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് ഗുണം കിട്ടിയിട്ടുള്ള ഒന്നാണ് ഈ പംകിൻ സീഡ് ഉപയോഗിക്കുന്നത് കേട്ടോ. അത് ഉപയോഗിക്കുന്ന സീഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് തന്നെ ഈ ഒരു പംകിൻ ഉപയോഗിക്കുമ്പോൾ, മത്തങ്ങ ഉപയോഗിക്കുമ്പോഴും നമുക്ക് കിട്ടും കേട്ടോ. അത് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓവുലേഷനും ഇംപ്ലാന്റേഷനും പീരിയഡ്സും ഒക്കെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടും. കണ്ടിന്യൂസ് ആയിട്ട് 2-3 മാസമെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുക. 1 മാസം ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നിർത്താതിരിക്കാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത്
അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിംഗ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിംഗ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിംഗ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിംഗ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.